ഒരിടത്ത് കുറച്ചാളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ വേഷം ധരിച്ചെത്തുന്നു. ഗ്യാസ് കട്ടറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളുമായി 60 അടി നീളമുള്ള ഒരു സ്റ്റീൽ പാലം 3 ദിവസമെടുത്ത് മുഴുവൻ മുറിച്ച് കഷ്ണങ്ങളാക്കി വണ്ടിയിൽ കൊണ്ടുപോകുന്നു. നാട്ടുകാർ ഇതൊരു സർക്കാർ ജോലിയാണെന്ന് കരുതി നോക്കി നിൽക്കുന്നു. ആരും ചോദ്യം ചെയ്യുന്നില്ല. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇതൊരു മോഷണമായിരുന്നു എന്ന്. ഒരു ബൈക്കോ കാറോ അല്ല, 500 ടൺ ഭാരമുള്ള ഒരു പാലമാണ് അടിച്ചു കൊണ്ടുപോയത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നിങ്ങൾ കരുതരുത്. ഏതാനും ആഴ്ചകൾക്ക് ശേഷം 80 അടി നീളമുള്ള മറ്റൊരു പാലവും ഇതേപോലെ അപ്രത്യക്ഷമായി. ചില സ്ഥലങ്ങളിൽ മൊബൈൽ ടവറുകൾ കാണാതായി. 2 കിലോമീറ്റർ റെയിൽവേ ട്രാക്ക് പോലും കാണാതായി. പൊതു ടോയ്ലറ്റുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി. അടിമുടി പൊളിച്ചു മാറ്റി കൊണ്ടുപോയി. ഇതൊക്കെ നടന്നത് ബീഹാർ എന്ന ഒരു സംസ്ഥാനത്താണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ത്യ മുഴുവൻ ബീഹാറിനെ നോക്കുന്നത് വെറുപ്പോടെയാണ്. അതിനെ ഞാൻ ന്യായീകരിക്കുകയാണെന്ന് തോന്നരുത്. പൊതുവെ ഹിന്ദിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏക് ബീഹാരി സൗ ബീമാരി എന്ന് വെച്ചാൽ ഒരു ബീഹാരി എന്നാൽ 100 രോഗങ്ങൾക്ക് തുല്യം എന്നാണ് അർത്ഥം. ബീഹാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടി വരുന്ന ചിത്രം ഒരുപാട് ദരിദ്രരായ ജനങ്ങൾ തിങ്ങി ജീവിക്കുന്ന, തൊഴിലില്ലായ്മ അതിഭയങ്കരമായിട്ടുള്ള, വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, വൃത്തിയില്ലാത്ത ഒരു നാടിൻ്റെ ചിത്രമാണ്. ബീഹാർ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഒന്നും നടക്കില്ല എന്നൊരു തോന്നലാണ് പൊതുവെ. ബീഹാർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു രൂപമാണ് വരുന്നത്. ദാരിദ്ര്യം, ക്രിമിനലുകൾ, കുറ്റകൃത്യങ്ങൾ അവിടെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചിന്ത അയ്യോ ഒരു ബീഹാരിയെ സൂക്ഷിക്കണം എന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ബീഹാർ ഇങ്ങനെ? എന്തുകൊണ്ടാണ് ബീഹാർ ഇത്രയും പിന്നോക്കം പോയത്? എന്തുകൊണ്ടാണ് ബീഹാറിനെ ഇന്ത്യൻ ജനത ഇത്രയധികം മോശമായി കാണുന്നത്? തങ്ങൾ ബീഹാറിൽ നിന്നാണ് എന്ന് പറയാൻ പോലും അവിടുത്തെ ആളുകൾ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ. സ്വാഗതം മൈൽ സ്റ്റോണിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക്. കാത്തിരിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും വിമർശനങ്ങളും പങ്കുവെക്കുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. പഴയ മുഖങ്ങൾ, പഴയ വാഗ്ദാനങ്ങൾ, ഇത്തവണയെങ്കിലും വികസനം ഉണ്ടാകുമെന്ന അതേ സംഭാഷണങ്ങൾ. നിതീഷ് കുമാർ 2005 മുതൽ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഏകദേശം 20 വർഷം നീണ്ട രാഷ്ട്രീയ കസേരകളിയിൽ അദ്ദേഹം RJDയിൽ തുടങ്ങി BJPയിലേക്ക് മാറി. തിരിച്ച് വീണ്ടും RJDയിലേക്ക് പോയി. പിന്നെ വീണ്ടും BJPയിലേക്ക്. സഖ്യങ്ങൾ മാറിയെങ്കിലും മുഖം അതേപടി തുറന്നു. നിതീഷിന് മുമ്പ് 1990 മുതൽ 2005 വരെ ലാലു പ്രസാദ് യാദവായിരുന്നു ബീഹാർ ഭരിച്ചത്. അഴിമതി കേസുകൾ കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിയാതിരുന്നപ്പോൾ രാഷ്ട്രീയ പരിചയം തീരെയില്ലാത്ത ഭാര്യ റാബ്രി ദേവിയെ അദ്ദേഹം മുഖ്യമന്ത്രിയാക്കി. 1 തവണയല്ല, 3 തവണ. ആ 15 വർഷങ്ങളെ ആളുകൾ ജംഗിൾ രാജ് അഥവാ അരാജകത്വം നിറഞ്ഞ ഭരണം എന്നാണ് വിളിക്കുന്നത്. ഇത് വെറുമൊരു രാഷ്ട്രീയ അധിക്ഷേപം മാത്രമായിരുന്നില്ല. 1997 ഓഗസ്റ്റിൽ പട്ന ഹൈക്കോടതി ലാലു യാദവ് ഭരണത്തെ വിവരിക്കാൻ ജംഗിൾ രാജ് എന്ന വാക്ക് ഔദ്യോഗിക ഉത്തരവിൽ പ്രയോഗിക്കുക പോലും ചെയ്തു. കാരണം ആ കാലയളവിൽ സംസ്ഥാനത്ത് ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു. കുറ്റകൃത്യങ്ങൾ നിയന്ത്രണാതീതമായി. തട്ടിക്കൊണ്ടുപോകലുകൾ സാധാരണമായി. മന്ത്രിമാർക്ക് പോലും ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. പോലീസ് നിസ്സഹായരായിരുന്നു. അഴിമതി എല്ലാ മേഖലകളിലും വ്യാപിച്ചു. ഭരണ സംവിധാനം തകർന്നു. അതിനാൽ കോടതി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു, ഇതൊരു ഭരണമല്ല, ഇതൊരു ജംഗിൾ രാജാണ്. അപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ആളുകൾ വീണ്ടും വീണ്ടും ഇതേ നേതാക്കന്മാർക്ക് തന്നെ വോട്ട് ചെയ്യുന്നത്? 1000 വർഷം പിന്നിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ ബീഹാറിൻ്റെ അവസ്ഥ മോശമായിരുന്നില്ല. ഈ പ്രദേശം എല്ലാറ്റിൻ്റെയും കേന്ദ്രമായിരുന്നു. ഈ പ്രദേശം മഗധ എന്നറിയപ്പെട്ടു. അധികാരത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു ബീഹാർ. മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രമായിരുന്നു ഇന്നത്തെ പട്ന. ഈ സാമ്രാജ്യം അഫ്ഗാനിസ്ഥാൻ മുതൽ ബംഗ്ലാദേശ് വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും നിയന്ത്രിച്ചു. നിങ്ങളുടെ ചരിത്ര പാഠപുസ്തകത്തിലെ ചന്ദ്രഗുപ്ത മൗര്യനും അശോക ചക്രവർത്തിയും ഇവിടെ നിന്നാണ് ഭരിച്ചത്. ശാസ്ത്രം, ഗണിതം, സാഹിത്യം, കല എന്നിവയിലെ വൻ മുന്നേറ്റങ്ങൾ കാരണം ചരിത്രകാരന്മാർ ഇന്ത്യയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് വിളിക്കുന്ന ഗുപ്ത രാജവംശവും ഈ പ്രദേശത്താണ് നിലനിന്നിരുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പുരാതന ലോകത്തിൻ്റെ ഓക്സ്ഫോർഡ് ആയിരുന്നു ബീഹാർ. നളന്ദ സർവകലാശാല ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാലയായിരുന്നു. ചൈന, ജപ്പാൻ, കൊറിയ, ടിബറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വന്നതായി പറയപ്പെടുന്നു. അവർ ആത്മീയതയോ മതപരമോ മാത്രമല്ല, വൈദ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, രാഷ്ട്രീയം, ഫൈനാൻസ് തുടങ്ങിയവ എല്ലാം പഠിച്ചു. 8ാം നൂറ്റാണ്ടിൽ മറ്റൊരു മഹത്തായ സർവകലാശാലയായ വിക്രമശില നിലവിൽ വന്നു. പൂജ്യം കണ്ടെത്തിയ, പൈ കണക്ക് കൂട്ടിയ, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തിയ ആര്യഭട്ടൻ ഇവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അർത്ഥശാസ്ത്രം രചിച്ച തന്ത്രശാലിയായ ചാണക്യൻ ഇവിടെയാണ് പഠിപ്പിച്ചത്. ഈ നാട് ഒരു സാധാരണ സംസ്ഥാനമായിരുന്നില്ല, അത് ഇന്ത്യയുടെ ബുദ്ധികേന്ദ്രമായിരുന്നു. ഇന്നും ആ പാരമ്പര്യം കാണാം. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 8% മാത്രമാണ് ബീഹാറിലുള്ളതെങ്കിലും UPSC പരീക്ഷ എഴുതുന്നവരിൽ ഏകദേശം 20% പേരും ബീഹാറിൽ നിന്നാണ്. ഇതൊരു കാര്യം പറയുന്നു, ബീഹാർ ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും കഠിനാധ്വാനികളുള്ള മിടുക്കന്മാരായ ചിലരെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്.
സാമ്പത്തികപരമായും ബീഹാർ എല്ലായ്പ്പോഴും പിന്നിലായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ ദശകത്തിൽ ബീഹാറിന്റെ വ്യാവസായിക ഉൽപ്പാദനം 75% വർദ്ധിച്ചു. ദേശീയ ശരാശരി 41% മാത്രമായിരുന്നു. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടി വേഗതയിൽ ബീഹാർ വളരുകയായിരുന്നു. വെറും 10 വർഷം കൊണ്ട് 1,00,000-ലധികം പുതിയ വ്യവസായ ജോലികൾ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ ഇത്രയധികം നന്നായി പോവുകയായിരുന്നുവെങ്കിൽ ബീഹാറിന് വിഭവങ്ങളും കഴിവും മുന്നേറ്റത്തിനുള്ള ശക്തിയും ഉണ്ടായിരുന്നെങ്കിൽ എവിടെയാണ് പിഴച്ചത്? 1982 സ്വാതന്ത്ര്യം കിട്ടി വെറും 5 വർഷത്തിന് ശേഷം ഒരൊറ്റ നയപരമായ തീരുമാനം ബീഹാറിന്റെ മുഴുവൻ ഭാവിയെയും മാറ്റിമറിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ചരക്ക് കൂലി തുല്യതാ നയം പ്രഖ്യാപിച്ചു. ഇത് കേൾക്കുമ്പോൾ സാങ്കേതികവും വിരസവുമായി തോന്നാം. പക്ഷേ ഇത് ബീഹാറിന്റെ മരണവാറണ്ടായി മാറി. ശ്രദ്ധിക്കുക, ഒരു വ്യാവസായിക ശക്തികേന്ദ്രമായി മാറാൻ ആവശ്യമായതെല്ലാം ബീഹാറിലുണ്ടായിരുന്നു. ധൻബാദിലെ കൽക്കരി, ബൊക്കോറോയിലെയും ജാരിയിലെയും ഇരുമ്പ്, സിംഗ്ഭൂമിലെ ഇരുമ്പയിര്, അങ്ങനെയെല്ലാം. അക്കാലത്ത് ഇന്ത്യയുടെ ധാതുക്കളുടെ ഏകദേശം 40% ബീഹാറിൽ നിന്നായിരുന്നു. സ്റ്റീൽ നിർമ്മിക്കാനും വ്യവസായങ്ങൾ നടത്താനും ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായ കൽക്കരിയും ഇരുമ്പും ബീഹാറിലുണ്ടായിരുന്നു. അതിനാൽ സ്വാഭാവികമായും ഈ സംസ്ഥാനം ഇന്ത്യയുടെ വ്യാവസായിക കേന്ദ്രമായി മാറേണ്ടതായിരുന്നു. അസംസ്കൃത വസ്തുക്കൾ തൊട്ടടുത്തുള്ളതുകൊണ്ട് ഫാക്ടറികൾ ഇവിടെ നിരനിരയായി സ്ഥാപിക്കേണ്ടതായിരുന്നു. ഗതാഗതം എളുപ്പവും ഉൽപ്പാദന ചെലവ് കുറവുമായിരുന്നേനെ. എന്നാൽ ഈ ഒരൊറ്റ നയം എല്ലാം തകിടം മറിച്ചു. ഇത് കൽക്കരി, സ്റ്റീൽ, സിമന്റ് പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ എവിടെ ഖനനം ചെയ്താലും ഒരേ വിലയ്ക്ക് എല്ലായിടത്തും ലഭ്യമാക്കി. എല്ലായിടത്തും സന്തുലിതമായ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ ആശയത്തിന്റെ പിന്നിലെ ലക്ഷ്യം. അത് നല്ലതായിരുന്നു. പക്ഷേ ബീഹാറിന് അതൊരു മരണശിക്ഷയായിരുന്നു. ആലോചിച്ചു നോക്കുക, ബീഹാറിലെ കൽക്കരി അതേ വിലയ്ക്ക് മുംബൈയിലോ ഗുജറാത്തിലോ വാങ്ങാൻ കഴിയുമെങ്കിൽ മോശം റോഡുകളും ദുർബലമായ ഗതാഗത സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ബീഹാറിൽ ആര് ഫാക്ടറി തുടങ്ങും? നിങ്ങൾ ഇതിനകം വികസിതമായ ഒരിടത്ത് അത് സ്ഥാപിച്ചിരിക്കും. അതാണ് സംഭവിച്ചത്. വ്യവസായങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി. നിക്ഷേപം നിലച്ചു. ബീഹാറിന് നിധിയുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ താക്കോൽ മറ്റെല്ലാവരിലേക്കും ഒരുപോലെ കൈമാറ്റം ചെയ്യപ്പെട്ടു. 1951 91 ഇടയിൽ ബീഹാറിൻ്റെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയുടെ 64% നിന്ന് 46 കുറഞ്ഞു. 1999 ആയപ്പോഴേക്കും രാജ്യത്തെ ധാതുക്കളുടെ പകുതിയോളം ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ ഫാക്ടറികളുടെ 0.6% മാത്രമേ ബീഹാറിലുണ്ടായിരുന്നുള്ളൂ. ഈ നയം കിഴക്കൻ ഇന്ത്യയുടെ വളർച്ചയെ തകർത്തു എന്ന് അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി പോലും പിന്നീട് സമ്മതിച്ചു. ഗതാഗതത്തിന് വലിയ സബ്സിഡി നൽകിയിരുന്നതിനാൽ ബീഹാറിൽ റോഡുകളും റെയിൽവേയും നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ശ്രദ്ധിച്ചില്ല. ചിലവ് സർക്കാർ വഹിച്ചിരുന്നതിനാൽ പണം ചെലവഴിക്കേണ്ട ആവശ്യം അവർക്ക് തോന്നിയില്ല. അങ്ങനെ ബീഹാറിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ അവഗണിക്കപ്പെട്ടു. ഈ ചരക്കുകൂലി തുല്യതാ നയം ഒടുവിൽ 1993 എടുത്തു കളഞ്ഞു. പക്ഷേ അപ്പോഴേക്കും നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അത് സ്ഥിരമായിരുന്നു. 4 പതിറ്റാണ്ടുകൾ, 40 വർഷത്തെ വ്യാവസായിക വളർച്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇതായിരുന്നു ബീഹാറിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള വിഷമെങ്കിൽ അടുത്തത് ഒരു അവയവച്ഛേദം പോലെയായിരുന്നു. 2000 നവംബർ 15 ബീഹാറിനെ എന്നേക്കുമായി മാറ്റിയ ദിവസം. അന്ന് ബീഹാർ പുനഃസംഘടനാ നിയമം പ്രാബല്യത്തിൽ വന്നു. ജാർഖണ്ഡ് ഒരു പ്രത്യേക സംസ്ഥാനമായി മാറി. ജാർഖണ്ഡ് 2000 വരെ ബീഹാറിന്റെ ഭാഗമായിരുന്നു. ഈ ഒരൊറ്റ തീരുമാനം ബീഹാറിന്റെ മുഴുവൻ വ്യാവസായിക നട്ടലും ഒറ്റ രാത്രി കൊണ്ട് എടുത്തുമാറ്റി. ധൻബാദിലെ കൽക്കരിപ്പാടങ്ങൾ, ബൊക്കോറോയിലെ സ്റ്റീൽ പ്ലാന്റ്, ജംഷഡ്പൂരിലെ ടാറ്റ സ്റ്റീൽ, റാഞ്ചിയിലെയും ഹസാരിബാഗിലെയും വ്യാവസായിക നഗരങ്ങൾ, ധാതു സമ്പന്നമായ എല്ലാ ജില്ലകളും പോയി. ബീഹാറിന് അതിൻ്റെ ധാതു വിഭവങ്ങളുടെ 80%, വനങ്ങളുടെ 60% ഒറ്റയടിക്ക് നഷ്ടമായി. മിക്കവാറും എല്ലാ പ്രധാന ഫാക്ടറികളും ജാർഖണ്ഡിലേക്ക് പോയി. 4/3 വ്യാവസായിക യൂണിറ്റുകളും നഷ്ടമായി. ഈ വിഭജനത്തിന് മുമ്പ് വ്യവസായങ്ങൾ ബീഹാർ സമ്പദ് വ്യവസ്ഥയുടെ 24% ജാർഖണ്ഡ് വേർപിരിഞ്ഞതിന് ശേഷം ഇത് 4% കുറഞ്ഞു. 2011-12 ആയപ്പോഴേക്കും ജാർഖണ്ഡ് ഖനന റോയൽറ്റിയിൽ നിന്ന് മാത്രം ഒരു വർഷം 1400 കോടി രൂപ നേടി. കൽക്കരിയിൽ നിന്ന് മാത്രം അതിൻ്റെ 90% ലഭിച്ചു. അപ്പോൾ ബീഹാറിന് എന്ത് കിട്ടി? കൃഷിഭൂമി മാത്രം. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും വ്യവസായങ്ങളില്ലാത്ത അവസ്ഥയും. നിങ്ങൾ ആളുകളെ വെച്ചോളൂ, ഞങ്ങൾ ജോലികളും വിഭവങ്ങളും എടുത്തുകൊണ്ടുപോകാം എന്ന് പറഞ്ഞതുപോലെയായി. ഇതൊന്നും പോരാതെ ഈ സാമ്പത്തിക ദുരന്തത്തിന് മുകളിൽ ബീഹാറിൻ്റെ പ്രവർത്തനരഹിതമായ രാഷ്ട്രീയം കൂടി ചേർത്ത് വായിക്കണം. ബീഹാറിലെ രാഷ്ട്രീയം ഒരു തികച്ചും വ്യത്യസ്തമായ വഴിത്തിരിവെടുത്തത് ഇങ്ങനെയാണ്. ബീഹാറിലെ ആളുകൾ മണ്ടന്മാരായതുകൊണ്ട് വീണ്ടും വീണ്ടും ഒരേ ആളുകൾക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ഒരു ഉത്തരം. പക്ഷേ അത് നമ്മൾക്കുള്ള എളുപ്പ വഴിയാണ്. ബീഹാറിൽ ജാതി എന്നത് വെറും രാഷ്ട്രീയമല്ല, അത് നിലനിൽപ്പാണ്. വാഗ്ദാനങ്ങൾ വീണ്ടും വീണ്ടും ലംഘിക്കപ്പെടുന്നത് കണ്ടപ്പോൾ ആളുകൾ പുതിയതൊന്ന് പ്രതീക്ഷിക്കാതെയായി. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും വ്യത്യാസമില്ല എന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നയാൾക്ക് വോട്ട് ചെയ്യുക. അവർ കുറച്ചെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക. രാഷ്ട്രീയക്കാർ അവരുടെ നയങ്ങളുടെയോ ഭരണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നില്ല. അവർ ജാതി സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നത്. പ്രതീക്ഷ നശിച്ച വോട്ടർമാർ അത് അംഗീകരിച്ചു. ഇത് പിന്നോക്ക ചിന്തയല്ല,
പതിറ്റാണ്ടുകളായുള്ള നിരാശയ്ക്ക് ശേഷം തോന്നുന്ന നിസ്സഹായതയാണ്. ലാലു പ്രസാദ് യാദവ് 1990 മുതൽ 2005 വരെയോ നേരിട്ടോ ഭാര്യ റാബ്രി ദേവി വഴിയോ ബീഹാർ ഭരിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന അജണ്ട സാമൂഹ്യനീതിയായിരുന്നു. എല്ലായ്പ്പോഴും ഉയർന്ന ജാതിക്കാർ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു സംസ്ഥാനത്ത് അദ്ദേഹം OBC-കാർക്കും ദളിതർക്കും രാഷ്ട്രീയ അധികാരം നൽകി. അതൊരു വിപ്ലവമായിരുന്നു. അത് ബീഹാറിന്റെ സാമൂഹിക ഘടനയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. പക്ഷേ അധികാരം നൽകുന്ന ഒരു മുന്നേറ്റമായി തുടങ്ങിയ ആ പ്രസ്ഥാനം പതുക്കെ പതുക്കെ അധികാര രാഷ്ട്രീയം മാത്രമായി മാറി. പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം ജാതി രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ പ്രാദേശിക മാഫിയകൾ സംവിധാനത്തെ പിടിച്ചെടുത്തു. അപ്പോഴാണ് യഥാർത്ഥ തകർച്ച ആരംഭിച്ചത്. റോഡുകൾ തകർന്നു, സ്കൂളുകൾ പ്രവർത്തിക്കാതെയായി, ആശുപത്രികൾ ഒഴിഞ്ഞ കെട്ടിടങ്ങളായി മാറി, സംസ്ഥാനത്തെ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു. ഈ സമയത്താണ് ആളുകൾ ബീഹാറിനെ ജംഗിൾ രാജ്യം എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഇത് വെറുമൊരു അധിക്ഷേപമായിരുന്നില്ല, അത് സത്യമായിരുന്നു. ജാതി കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ഭീഷണികളും ദൈനംദിന സംഭവങ്ങളായി മാറി. അവസ്ഥ എത്രത്തോളം മോശമായിരുന്നു എന്നതിന് ഒരു ഉദാഹരണം പറയാം. 1999 ജഹാനാബാദിലെ സരാരി ഗ്രാമത്തിൽ ജാതി വൈരാഗ്യത്തിന്റെ പേരിൽ ആയുധധാരികളായ ആളുകൾ ഭൂമിഹാർ സമുദായത്തിൽപ്പെട്ട 34 പേരെ കൊലപ്പെടുത്തി. മുഖ്യമന്ത്രി റാബ്രി ദേവി സന്ദർശിക്കാൻ പോലും കൂട്ടാക്കിയില്ല. ജയിലിലുള്ള ക്രിമിനൽ രാഷ്ട്രീയക്കാരനായ ഷഹാബുദ്ദീനോട് ലാലു പ്രസാദ് യാദവ് അവൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന ഒരു ചോർന്നുപോയ ഫോൺ സംഭാഷണം പോലുമുണ്ട്. മുഖ്യമന്ത്രി ഒരു ഗുണ്ടാത്തലവന് നേരിട്ട് ഉത്തരവ് നൽകുന്നു. അത് അക്കാലത്ത് രാഷ്ട്രീയവും കുറ്റകൃത്യവും എത്രത്തോളം കൈകോർത്ത് പ്രവർത്തിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള ഉദാഹരണമായിരുന്നു. പിന്നീട് 2005 നിതീഷ് കുമാർ ഭരണം ഏറ്റെടുത്തു. ശരിയാണ്, കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങി. റോഡുകൾ 14,500 കിലോമീറ്ററിൽ നിന്ന് 26,000 കിലോമീറ്ററായി വർദ്ധിച്ചു. വൈദ്യുതി കൂടുതൽ ലഭ്യമായി. പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സൗജന്യ സൈക്കിളുകൾ നൽകുന്ന പോലെയുള്ള പദ്ധതികൾ അദ്ദേഹം ആരംഭിച്ചു. അത് ഫലം കണ്ടു. 2005 10ാം ക്ലാസ്സിൽ ചേർന്ന പെൺകുട്ടികളുടെ എണ്ണം 1.87 ലക്ഷമായിരുന്നിടത്തു നിന്നും 2021 8.37 ലക്ഷമായി ഉയർന്നു. സ്ത്രീ സുരക്ഷയും മെച്ചപ്പെട്ടു. ഇവയെല്ലാം യഥാർത്ഥ നേട്ടങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ഉപരിതലത്തിൽ മാത്രമായിരുന്നു. റോഡുകളും വൈദ്യുതിയും പ്രധാനമാണ്, തീർച്ചയായും ശരിയാണ്. പക്ഷേ വ്യവസായങ്ങളില്ലാതെ എവിടെയാണ് ജോലികൾ ഉണ്ടാവുക? നിതീഷ് കുമാർ ബീഹാറിനെ കാണാൻ ഭംഗിയുള്ളതും സുരക്ഷിതത്വമുള്ളതുമാക്കി എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം അതിനെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തിയില്ല. ഉപരിതലത്തിലുള്ള ചെറിയ ചില പുരോഗതി അദ്ദേഹം ഉണ്ടാക്കി. പക്ഷേ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തന്നെ തുടർന്നു. ആ പ്രശ്നങ്ങളൊന്ന് വിദ്യാഭ്യാസമായിരുന്നു. ബീഹാറിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു ക്രൂരമായ തമാശയാണ്. ഇത്രയധികം UPSC ടോപ്പർമാരെ നൽകുന്ന ഇതേ സംസ്ഥാനത്തിനാണ് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്കുകളൊന്ന്. 2011 സാക്ഷരതാ നിരക്ക് 63.8 ആയിരുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും കുറവാണ്. 2017 ആയപ്പോഴേക്കും ഇത് 71 മെച്ചപ്പെട്ടു. എങ്കിലും ദേശീയ ശരാശരിയേക്കാൾ വളരെ താഴെയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ അഴിമതിയാണ് ഒരേ ഒരു കാരണം. 2006 2015 ഇടയിൽ ആയിരക്കണക്കിന് ആളുകൾ വ്യാജ ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ച് അധ്യാപക ജോലികൾ നേടി. ഒരു ഘട്ടത്തിൽ പട്ന ഹൈക്കോടതി വലിയ അന്വേഷണത്തിൽ ഉത്തരവിടേണ്ടി വന്നു. 2025 ആയപ്പോഴേക്കും 6.45 ലക്ഷത്തിലധികം സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചു. ഏകദേശം 3000 പേർക്കെതിരെ പോലീസ് കേസുകൾ ഫയൽ ചെയ്തു. എന്നാൽ കഥയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഇതല്ല. 90,000 അധ്യാപകരുടെ നിയമനത്തിന് ഫയലുകൾ പൂർണ്ണമായും കാണാതായി. ഈ അധ്യാപകരെ സർക്കാർ ഔദ്യോഗികമായി നിയമിച്ചു എന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന് തെളിവുകളൊന്നുമില്ല. പക്ഷേ അവർ വർഷങ്ങളായി സർക്കാർ ശമ്പളം വാങ്ങുന്നു. ഒരു കഥ പറയാം. 2014 റൂബി റോയ് എന്ന പെൺകുട്ടി 12ാം ക്ലാസ് ആർട്സ് ടോപ്പറായി. ഒരു TV അഭിമുഖത്തിൽ റിപ്പോർട്ടർ അവളോട് ചോദിച്ചു, നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ ടോപ്പറാണ്, അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്താണ് പഠിപ്പിക്കുന്നത്? ആത്മവിശ്വാസത്തോടെ പെൺകുട്ടി മറുപടി പറഞ്ഞു, പൊളിറ്റിക്കൽ സയൻസ്. റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചു, എന്താണ് പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്? അവൾ പറഞ്ഞു, പാചക കലയെക്കുറിച്ച്. ദേശീയ തലത്തിലുള്ള ലൈവ് TVയിൽ സംസ്ഥാനത്തെ ടോപ്പറാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഓർക്കണം. പിന്നീട് ആ പെൺകുട്ടി സ്വന്തമായി പരീക്ഷ എഴുതിയിട്ടില്ലെന്ന് തെളിഞ്ഞു. ഉത്തരക്കടലാസുകൾ വ്യാജമായിരുന്നു. പരീക്ഷാ സംവിധാനങ്ങൾ മുഴുവനും അട്ടിമറിക്കപ്പെട്ടിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ബീഹാറിലെ സ്കൂളുകളിൽ 5.4 ലക്ഷം വ്യാജ വിദ്യാർത്ഥി എൻറോൾമെൻറ്റുകൾ കണ്ടെത്തി. സർക്കാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചവയാണവ. വിദ്യാഭ്യാസത്തിനായി നീക്കിവെച്ച 3000 കോടി രൂപയിൽ ഏകദേശം 300 കോടി രൂപ, അതായത് 10% ഈ വ്യാജ പേരുകളിലേക്ക് പോയി. ബീഹാറിലെ 183 സ്കൂളുകൾക്ക് കെട്ടിടങ്ങളില്ല. കുട്ടികൾ മരങ്ങളുടെ ചുവട്ടിലിരുന്ന് പഠിക്കുന്നു. 2000-ലധികം സ്കൂളുകളിൽ വൈദ്യുതി പോലുമില്ല. ഇനിയൊരു വിദ്യാർത്ഥി എങ്ങനെയെങ്കിലും സ്കൂളും കോളേജും പൂർത്തിയാക്കിയാലും അടുത്തത് എന്ത് എന്ന ചോദ്യം ബാക്കിയാണ്. ബീഹാറിൽ അവർക്കായി ജോലികൾ കാത്തിരിക്കുന്നില്ല. 2024-25 ബീഹാറിലെ സാമ്പത്തിക സർവേ അനുസരിച്ച് സംസ്ഥാനത്തെ പ്രതിശീർഷ വരുമാനം 66,828 രൂപയാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ്. ബീഹാറിലെ തൊഴിലാളികളുടെ 74% പേരും കൃഷിയെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയും വരുമാനവുമാണ് നൽകുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്നത് പോലും ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ഇന്ത്യയിലെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ 13% ബീഹാറിലാണ്. 10 ദിവസം പാടങ്ങൾ വെള്ളത്തിനടിയിലാകുമ്പോൾ നെൽകൃഷി പൂർണ്ണമായും നശിക്കുന്നു. അപ്പോൾ കർഷകർ എന്ത് ചെയ്യും? അവർ കടക്കണിയിലാവുന്നു. കുടിയേറ്റം ഏക രക്ഷാമാർഗമായി മാറുന്നു.
വിരോധാഭാസം എന്തെന്ന് പറയട്ടെ, ബീഹാറിൻ്റെ വടക്ക് ഭാഗം ഓരോ മൺസൂണിലും മുങ്ങിപ്പോകുമ്പോൾ തെക്ക് ഭാഗം മഴയ്ക്കായി കാത്തിരിക്കും. ഒരു വശം വെള്ളപ്പൊക്കത്തിലും മറുവശം വരൾച്ചയിലും. ഇവിടെ കൃഷി ഒരു ഉപജീവന മാർഗമല്ല, വെറും ചൂതാട്ടമാണ്. വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് കാര്യങ്ങൾ ഇതിലും മോശമാണ്. നിങ്ങൾ ബീഹാറിൽ എത്രത്തോളം വിദ്യാഭ്യാസം നേടുന്നുവോ അത്രത്തോളം ജോലി കണ്ടെത്താൻ പ്രയാസമാണ്. അപ്പോൾ അവർ എവിടേക്കാണ് പോകുന്നത്? ഡൽഹി, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഇപ്പോൾ കേരളത്തിലും. ബീഹാരികളാണ് ഇന്ത്യയുടെ മെട്രോ നഗരങ്ങൾ നിർമ്മിച്ചത്. ഡൽഹിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ബീഹാരി തൊഴിലാളികളാണ്. മുംബൈയിലെ ഫാക്ടറികൾക്ക് പിന്നിൽ ബീഹാരി തൊഴിലാളികളാണ്. പഞ്ചാബിലെ കൃഷിയിടങ്ങൾക്ക് പിന്നിൽ ബീഹാരി കുടിയേറ്റക്കാരാണ്. ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഓടുന്നത് ബീഹാരികളുടെ വിയർപ്പിലാണ്. പക്ഷേ ബീഹാർ എപ്പോഴും ദരിദ്രമായി തുടരുന്നു. ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നഗരവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ വലിയ സംസ്ഥാനം കൂടിയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം നഗരങ്ങളാണ് സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നത്. വ്യവസായങ്ങൾ, സേവനങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ എല്ലാം സാമ്പത്തിക നഗരകേന്ദ്രങ്ങൾ ആവശ്യമാണ്. എന്നാൽ ബീഹാറിൽ പട്ടണം മാത്രമേ ഉള്ളൂ. അത് അമിതമായി തിരക്കുള്ളതും കുഴപ്പങ്ങൾ നിറഞ്ഞതുമാണ്. അതിനപ്പുറം കാര്യമായി ഒന്നുമില്ല. 2015-നും 24-നും ഇടയിൽ ബീഹാറിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് 80% വർദ്ധിച്ചു. ഇന്ത്യയിലെ ശരാശരി കുറ്റകൃത്യ നിരക്ക് എത്രയാണെന്നറിയാമോ? 23%. 23%-ത്തെ 80-മായി താരതമ്യം ചെയ്യുക. 2023-ൽ മാത്രം ബീഹാർ സംസ്ഥാനത്ത് 2862 കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മിക്കതും സ്വത്ത് തർക്കങ്ങൾ, പ്രതികാരം, കുടുംബ വഴക്കുകൾ എന്നിവയുടെ പേരിലായിരുന്നു. നിങ്ങളുടെ ജനസംഖ്യയുടെ 60% 30 വയസ്സിന് താഴെയുള്ളവരും അതിൽ ഭൂരിഭാഗവും തൊഴിലില്ലാത്തവരുമാണെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? കുറ്റകൃത്യം ഒഴിവാക്കാനാവാത്തതാണ്. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ രാഷ്ട്രീയക്കാർ സ്വന്തം നേട്ടത്തിനായി ക്രിമിനലുകളെ പരസ്യമായി സംരക്ഷിക്കുന്നു. പല അഴിമതികളും കുറ്റകൃത്യങ്ങളും നടത്തുന്നത് രാഷ്ട്രീയക്കാരോ അവരുടെ ബന്ധുക്കളുമാണ്. അവരെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്ന പത്രപ്രവർത്തകർ, IAS അല്ലെങ്കിൽ IPS ഓഫീസർമാർ പലപ്പോഴും സ്വന്തം ജീവൻ തന്നെ നൽകേണ്ടി വരുന്നു. കാരണം ബീഹാറിൽ സത്യം പറയുന്നത് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നിയമമില്ലാത്ത ഒരിടമായി കണക്കാക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ബിസിനസ്സും നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ആ പ്രതിച്ഛായ അത് ന്യായമായാലും അല്ലെങ്കിലും ബീഹാറിനെ അതേ ചക്രത്തിൽ കുടുക്കിയിട്ടിരിക്കുന്നു. പക്ഷേ ഇത് ആരുടെ തെറ്റാണ്? കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അതോ ജനങ്ങളുടെയോ? കേന്ദ്ര സർക്കാർ ചരക്കുകൂലി നയം കൊണ്ടുവന്ന് വ്യവസായങ്ങളെ കൊന്നു. തുടർന്ന് സംസ്ഥാനം വിഭജിക്കപ്പെട്ടപ്പോൾ എല്ലാ ധാതുക്കളും വിഭവങ്ങളും ജാർഖണ്ഡിലേക്ക് പോയി. സംസ്ഥാന നേതാക്കൾ അവർ സാമ്പത്തിക ആസൂത്രണത്തെക്കാൾ അസ്തിത്വ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകി. ലാലു പ്രസാദ് യാദവ് സാമൂഹ്യനീതിയിൽ ശ്രദ്ധിച്ചു, പക്ഷേ വികസനത്തെ അവഗണിച്ചു. നിതീഷ് കുമാർ റോഡുകളിൽ ശ്രദ്ധിച്ചു, പക്ഷേ വ്യവസായങ്ങളിൽ ശ്രദ്ധിച്ചില്ല. ഇരുവരും പുരോഗതിയേക്കാൾ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുത്തു. ജനത പതിറ്റാണ്ടുകളോളം ലംഘിക്കപ്പെട്ട വാഗ്ദാനങ്ങൾക്ക് ശേഷം അവർ പ്രതീക്ഷ ഉപേക്ഷിച്ചു. അവർ ഒന്നും പ്രതീക്ഷിക്കാതെയായി. എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും അഴിമതിക്കാരാണ് എന്ന ചിന്താഗതിയിലാണ് ആളുകൾ ഇപ്പോഴുള്ളത്. അതിനാൽ ഉത്തരവാദിത്തം ചോദിക്കുന്നതിനും രാഷ്ട്രീയക്കാർ ജോലി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിനും പകരം ആളുകൾ സൗജന്യങ്ങളും ജാതിക്കൂറിലും ഒതുങ്ങുന്നു. എന്നാൽ ഇതാണ് സത്യം. ബീഹാർ ഒറ്റയ്ക്കല്ല വീണത്. അത് സംഭവിക്കുന്നത് ഇന്ത്യ നോക്കി നിന്നു. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അവരെ നോക്കി ചിരിച്ചു. ഏക് ബീഹാരി സൗ ബീമാരി എന്ന് ആളുകൾ തമാശയായി പറയുന്നു. ബീഹാറിൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നമ്മൾ അവരെ പരിഹസിച്ചു. ആൻറ്റി ബീഹാരി വികാരം എന്ന പേരുള്ള ഒരു വിക്കിപീഡിയ പേജ് തന്നെയുണ്ട്. അവരുടെ സംസാര രീതി, വസ്ത്രധാരണം, തിരക്കുള്ള ട്രെയിനുകൾ, 10 പേർ ഒരു ചെറിയ മുറിയിൽ താമസിക്കുന്നത് എന്നിവയെ പരിഹസിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നു. പാലങ്ങൾ മോഷ്ടിക്കപ്പെടുമ്പോഴോ ടോപ്പർമാർ വ്യാജമാകുമ്പോഴോ അതൊരു മീം മെറ്റീരിയലായി മാറുന്നു. യഥാർത്ഥ പ്രശ്നം ചോദ്യം ചെയ്യുന്നതിന് പകരം പക്ഷെ നിങ്ങൾ അതിൽ ചിരിക്കുമ്പോൾ നിങ്ങൾ രോഗലക്ഷണത്തെ നോക്കിയാണ് ചിരിക്കുന്നത്, രോഗത്തെയല്ല. ബീഹാരികൾ കള്ളന്മാരായതുകൊണ്ടല്ല പാലങ്ങൾ അപ്രത്യക്ഷമാവുന്നത്, മറിച്ച് ഭരണ സംവിധാനം അത്രത്തോളം തകർന്നതുകൊണ്ടാണ്. വ്യാജ ടോപ്പർമാർ ഉണ്ടാകുന്നത് ആളുകൾ സത്യസന്ധരല്ലാത്തത് കൊണ്ടല്ല, അഴിമതി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായും കാർന്നു തിന്നതുകൊണ്ടാണ്. തട്ടിപ്പ് മാത്രമാണ് മുന്നോട്ടുള്ള ഏക വഴിയായി തോന്നുന്നത് എന്നതുകൊണ്ടാണ്. ഡൽഹിയിലെ ഒരൊറ്റ മുറിയിൽ തിങ്ങി ഞെരുങ്ങി താമസിക്കുന്ന, ഒരുമിച്ച് പാചകം ചെയ്യുന്ന, ഒരുമിച്ചുറങ്ങുന്ന, ഓരോ ചെല്ലിക്കാശും ലാഭിച്ച ശേഷം വീട്ടിലേക്ക് അയക്കുന്ന ആ 10 പേർ നിങ്ങളെ ചിരിപ്പിക്കരുത്. അത് ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾക്കുള്ള ഈ സംവിധാനത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കണം. നിങ്ങളുടെ നഗരങ്ങളെ നിലനിർത്തുന്നവരാണവർ. ഒരു ദിവസം 14 മുതൽ 16 മണിക്കൂർ വരെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പ്ലംബിങ്ങുകളിലും വൃത്തിയാക്കലുകളിലും ജോലി ചെയ്യുന്നവർ. സ്വന്തം കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ജീവിക്കുന്നത്. അവർക്ക് സ്വന്തം നാട്ടിൽ മറ്റ് വരുമാന മാർഗങ്ങളില്ല. അതുകൊണ്ട് അവരുടെ ദുരിതങ്ങളെ വൈറലാക്കുന്നതിന് പകരം അവരുടെ സത്യം വൈറലാക്കേണ്ട സമയമായിരിക്കാം. ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ഏറ്റവും പ്രധാനമായി രാഷ്ട്രീയപരമായി ബീഹാർ ജാതി സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പുകൾ ഏത് ജാതിക്ക് എത്ര ടിക്കറ്റ് കിട്ടി എന്നതിനെക്കുറിച്ചാകരുത്. അത് ആർക്കും ജോലികൾ കൊണ്ടുവരാൻ കഴിയും, ആർക്ക് വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ കഴിയും, ആർക്ക് ബീഹാറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിനെക്കുറിച്ചായിരിക്കണം. അസ്തിത്വത്തിൻ്റെ രാഷ്ട്രീയമല്ല, ഭരണത്തിൻ്റെ രാഷ്ട്രീയം വരണം. ഇവിടെയാണ് യുവാക്കളുടെ പങ്ക് വരുന്നത്.
ബീഹാറിന്റെ ജനസംഖ്യയുടെ 60% 30 വയസ്സിന് താഴെയുള്ളവരാണ്. അതൊരു ഭാരമല്ല, അതൊരു ശക്തിയാണ്. പക്ഷേ ജോലികളില്ലെങ്കിൽ അത് ഒരു ടൈം ബോംബായി മാറും. ബീഹാറിന് കുറവുള്ളത് ഇതാണ്: പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ, പ്രവർത്തിക്കുന്ന ഭരണം, ആളുകൾക്ക് ജോലി നൽകുന്ന വ്യവസായങ്ങൾ, പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, ജാതി സമവാക്യങ്ങളെക്കാൾ വികസനത്തിന് മുൻഗണന നൽകുന്ന രാഷ്ട്രീയം. പതിറ്റാണ്ടുകളുടെ മോശം നയങ്ങൾ നശിപ്പിച്ചത് തിരികെ നിർമ്മിക്കാനുള്ള ഒരു ദേശീയ പ്രതിബദ്ധത. കാരണം ബീഹാറിന്റെ കഥ ഒരു സംസ്ഥാനത്തിന്റെ മാത്രം പരാജയമല്ല, ഇത് ഇന്ത്യയുടെ പൂർത്തിയാകാത്ത കാര്യമാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അസമത്വം വെറുതെ സംഭവിക്കുന്നതല്ല, അത് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ആരും അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതുകൊണ്ട് അത് തുടരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ തെറ്റായ ചോദ്യമായിരിക്കാം ഇത്രയും കാലം ചോദിച്ചത്: എന്തുകൊണ്ടാണ് ബീഹാർ പിന്നോക്കം എന്നതല്ല. യഥാർത്ഥ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് നമ്മൾ ബീഹാറിനെ പിന്നോക്കമാകാൻ അനുവദിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ പിന്നോക്കാവസ്ഥയിൽ നിലനിർത്തിയത്? നമ്മൾ എത്ര നാൾ ഇതിങ്ങനെ തുടരാൻ പോകുന്നു? ബീഹാർ കുടുങ്ങിക്കിടക്കുന്നത് അതിന് തിരികെ നേടാൻ കഴിയാത്ത ഒരു മഹത്തായ ഭൂതകാലത്തിനും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു ഭാവിക്കുമിടയിലാണ്. ഇത് തുടരുന്നിടത്തോളം കാലം ഇന്ത്യ അപൂർണമായി തുടരും. കാരണം അതിൻ്റെ ഏറ്റവും പഴക്കമേറിയതും ശക്തമായ പ്രദേശങ്ങളിലൊന്ന് പിന്നിലാക്കപ്പെടുമ്പോൾ നിങ്ങൾ ഒരു രാജ്യത്തെ വികസിതമെന്ന് വിളിക്കാൻ കഴിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സ്നേഹസമാനം എന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ.